ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസമാണ്. നിങ്ങൾ ഒരുപാട് പേര് ബ്യൂട്ടി വ്ളോഗ് നോക്കിയിരിക്കുന്നവരാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ബ്യൂട്ടി വ്ളോഗ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ആഴ്ച എന്തായാലും ബ്യൂട്ടി വ്ളോഗ് വേണം എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവർക്കും വേണ്ടത് എന്താണ്? ബ്യൂട്ടി വ്ളോഗ് എന്ന് പറയുമ്പോൾ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഹെൽത്ത്, നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുക എന്നുള്ള. 2, നമ്മുടെ ബാഹ്യമായ സൗന്ദര്യം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? നമ്മുടെ തലമുടി, നമ്മുടെ സ്കിന്ന് ഒക്കെ നന്നായിട്ടിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അത് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുക, ഗ്ലോ ചെയ്തിരിക്കുക, അങ്ങനെ. പിന്നെ മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഏജ് റിലേറ്റഡ് ആണ്. അപ്പോൾ വയസ്സ് കൂടുന്തോറും നമ്മളുടെ യൗവനം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു. ബാഹ്യമായ മാറ്റങ്ങൾ. ആന്തരികമായ മാറ്റങ്ങൾ എന്തായാലും കുറേയൊക്കെ ഉണ്ടാവും. ഒരു വേറെ ടയർ ഇല്ലാണ്ടിരിക്കില്ലല്ലോ. ഇതൊരു മെഷീൻ പോലെയാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ജോയിൻസിനാണെങ്കിലും ഒക്കെ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ജോയിൻറ്റ് പെയിൻ വരും. അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, മെഷീനിലൊക്കെ ആണെങ്കിൽ ഗ്രീസ് ഇട്ട് കൊടുക്കില്ലേ, അതുപോലെ നമുക്ക് നമ്മുടെ ഈ ജോയിൻസിനൊക്കെ ഒരു റിജുമിനേഷൻ ബോഡി ടോട്ടലായിട്ട് കൊടുക്കണം. അതിനാണ് നമ്മൾ ഇപ്പോൾ ആയുർവേദത്തിലൊക്കെ പോയിട്ട് നമ്മൾ തടവൽ, പിഴിച്ചിൽ, അങ്ങനത്തെ കാര്യങ്ങൾ, സുഖചികിത്സ ഒക്കെ ചെയ്യുന്ന അതിനാണ്. അപ്പോൾ അല്ലാതെ തന്നെ വീട്ടിൽ ഇരുന്ന് നമ്മുടെ ഓയിൽ മസാജും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നല്ല ചൂടുവെള്ളത്തിലൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു റിജുവിനേറ്റഡ് ആവും. നമ്മുടെ എന്താ പറയുക, നമ്മുടെ മൊബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി ഒക്കെ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ സ്കിന്നിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് റിങ്കിൾസാണ്. റിങ്കിൾസ് എന്ന് പറഞ്ഞാൽ ചുളിവുകൾ വരിക. ആ ചുളിവുകൾ പിന്നെ പിഗ്മെൻറ്റേഷനൊക്കെ ഏജ് റിലേറ്റഡും ആണ്, അല്ലാണ്ട് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടും സംഭവിക്കാം. പല പല കാരണങ്ങളുണ്ട്. എങ്കിലും റിങ്കിൾസിനെ അകറ്റി നിർത്തുക, എത്രത്തോളം അകറ്റി നിർത്താൻ പറ്റുമോ അത്രത്തോളം അകറ്റി നിർത്തിയാൽ ഏറ്റവും നല്ലത്. അതിൽ ഏറ്റവും ആദ്യം വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കണ്ണിന് ചുറ്റുമായിരിക്കും. കണ്ണിൻ്റെ ഈ 2 സൈഡിൽ ക്രോസ് ഫീറ്റ് എന്ന് ശരിക്കും ഇങ്ങനെ ഭയങ്കര ചുളുക്കുകൾ ഇങ്ങനെ ലൈനായിട്ട്, ഈ കാക്കയുടെ കാല് പോലെ തന്നെ പറയുന്നത് ക്രോസ് ഫീറ്റ്. ഓക്കെ, ഇങ്ങനെ വര പോലെ ഒരുപാട് റിങ്കിൾസ് വരും. പിന്നെ കഴുത്തിൻ്റെ ഭാഗമാണ് മറ്റൊരു പ്രധാന സ്ഥലം. ഈ 2 സ്ഥലത്താണ് ആദ്യം വരുന്നത്. പിന്നെ കൈ, ഈ ഭാഗം, വിരലുകൾ ഒക്കെ റിങ്കിൾ വളരെ നമുക്ക് ഒബ്വിയസ് ആയിട്ട് അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും. നമ്മൾ റിങ്കിൾസ് വരില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് ഇപ്പോൾ വരേണ്ട പ്രായമായാലും വരാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും കെയർ നമ്മുടെ സ്കിന്നിന് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പല പല ട്രീറ്റ്മെൻറ്റ്സാണ് ഞാൻ പല വീഡിയോസിലായിട്ട് നമ്മുടെ ബ്യൂട്ടി വ്ളോഗിൽ ചെയ്തിട്ടുള്ളത്. ഇത് മറ്റൊരു ട്രീറ്റ്മെൻറ്റ് വീഡിയോ തന്നെയാണ്. ഇതിപ്പോൾ നാച്ചുറലായിട്ട് ഇതിനൊരു പരിഹാരം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണുകയാണെങ്കിൽ എക്സ്റ്റേണൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഹെയർലോണിക് ആസിഡൊക്കെ ചേർന്നിട്ടുള്ള കൊളാജൻ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ക്രീംസൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യും. അതൊക്കെ പക്ഷേ എക്സ്പെൻസീവാണ്, അങ്ങനത്തെ ക്രീംസ് അല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഇൻസൈഡ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നോൺ സർജിക്കലായിട്ട് ചെയ്യാനാണെങ്കിൽ ബോട്ടോക്സ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെറിയ ഇഞ്ചെക്ഷൻസ് പോലെ. അപ്പോൾ കണ്ണിൻ്റെ അവിടെ ആണെങ്കിൽ എവിടെയാണോ ചുളിവുകൾ വരുന്നത്, എവിടെയാണോ നമുക്കൊരു കുറവുള്ളത് ആ ഭാഗത്തേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കയറ്റുന്നു ആ ഒരു മെഡിസിൻ. ഓക്കെ, അതാണ് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ്. അതൊരു 6 months വരെ വാലിഡിറ്റി ഉണ്ടാകും. പക്ഷേ ഇതെല്ലാം തന്നെ ഇൻവേസീവായിട്ടുള്ള, സർജിക്കലല്ല എങ്കിലും ഉള്ളിലേക്ക് നമ്മൾ മരുന്ന് കുത്തി ഇങ്ങനെ എന്താ പറയുക ഇഞ്ചെക്ട് ചെയ്തൊക്കെ ചെയ്യുന്നതാണ്. ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതൊക്കെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് അത് ആ ഒരു പ്രോപ്പർ മെഡിക്കൽ സഹായത്തോടു കൂടി ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അതൊക്കെ എക്സ്പെൻസീവാണ്. പക്ഷേ അതിനൊന്നും ദോഷമൊന്നും ഉണ്ടെന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എല്ലാം വളരെ നല്ലതാണ്. അത് ചെയ്യേണ്ട സമയം ആണെന്ന് ഉറപ്പായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്യുന്നതിൽ തെറ്റുമില്ല. പക്ഷേ അതിനെല്ലാം ഒരുപാട് രൂപയാകും, കുറച്ചുകൂടി എക്സ്പെൻസീവാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ കുറേ കൂടെ കെയറൊക്കെ കൊടുത്ത് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വന്നാൽ കുറച്ച് നാളും കൂടി ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ സ്കിന്നൊക്കെ ചുളിവുകളൊന്നും വരാണ്ട് യൗവനം നീട്ടിക്കൊണ്ട് പോകാൻ സാധിക്കും. അപ്പോൾ അതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ ബോട്ടോക്സിന് ഇക്വലൻ്റ് ആയിട്ട് എക്സാക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോട്ടോക്സ് ക്രീം ഉണ്ടാക്കി വയ്ക്കാം നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാനായിട്ട്. ആ ഒരു ക്രീം എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ മുഖത്ത് അപ്ലൈ ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും, കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവരും ചോദിക്കും, എന്തൊക്കെ ക്രീംസ് ചേച്ചി പറഞ്ഞിട്ടുണ്ട്, രാത്രി ഏതൊക്കെ ക്രീം ഇടും? നൈറ്റ് ജെൽ ഇടണോ, പിന്നെന്താ സെറം ഇടണോ, പിന്നെന്താ മോയ്സ്ചറൈസർ ഇടണോ? അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കാനുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ അതെല്ലാം അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഏജ് കഴിയുന്ന ഒരു 35 വയസ്സിന് ശേഷമുള്ളവർക്കാണെങ്കിൽ ഞാനിപ്പോൾ പറയുന്ന ക്രീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബോട്ടോക്സ് മാറി ചെയ്യല്ലോ പല കാര്യം. ഈ ബോട്ടോക്സ് ക്രീമും കൂടി വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാര്യം ഇത് വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നൊരു സംഭവമാണ്. പല പല മെത്തേഡ്സ് നമ്മൾ ചെയ്ത് നോക്കില്ല. അപ്പോൾ അതിൽ ഏറ്റവും നല്ലത്, നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും നല്ലത് ഇഫക്റ്റീവ് ആകുന്ന ഏതാണോ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് ഒരു സെറം പുരട്ടുന്ന ഒരാളാണെങ്കിൽ മുഖത്ത് ആ സെറം കൊടുക്കുക, സെറം ഉള്ളിലേക്ക് പോകും. സ്കിൻ നറിഷിംഗ് ആണ് ഈ സെറം എന്ന് പറയുമ്പോൾ. പിന്നെ അതിൻ്റെ മുകളിൽ ഈ ബോട്ടോക്സ് ക്രീം കൂടി പുരട്ടുക. അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. കാര്യം ഇതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മറ്റ് ക്രീംസിലൊക്കെ ഉള്ളതുപോലത്തെ നല്ല നല്ല കാര്യങ്ങളാണ്. ഇനി ഇതുണ്ടാക്കുന്ന മെത്തേഡ്, അതിൽ കുറച്ചൊരു ഡെമോ വരും. അതായത് ഒരു 7-8 വെളുത്തുള്ളി എടുക്കുക. വെളുത്തുള്ളി ഒന്ന് വേവിക്കണം, വെള്ളത്തിലിട്ട് വേവിക്കണം. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും കിച്ചണിലേക്ക് പോകണം. അത് വേവിക്കുന്ന പ്രോസസ്സിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ അതേ ഒരു 8
വെളുത്തുള്ളി, ഇത് വലിയ അല്ലി വെളുത്തുള്ളിയാണ്. ഇതൊരു ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളത്തിൽ വേവിക്കാനായിട്ട് ഇടുന്നു. അപ്പോൾ നല്ല തിള വന്നു കഴിയുമ്പോൾ തീ കുറച്ചിട്ട് ചെറിയ രീതിയിലിട്ടിട്ട് വേവിക്കുക. 1/2 മുതൽ 1/4 കപ്പ് വെള്ളം, വോട്ടവറിട്ട് ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം. അപ്പോൾ നന്നായിട്ട് വേവിച്ച് എടുക്കണം. വെളുത്തുള്ളി ഇപ്പോൾ നല്ല തിള വന്ന് വെന്തുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടി എടുത്ത് വയ്ക്കാം. ഒരു 1.5 ടീസ്പൂൺ നിറച്ച അരിപ്പൊടി അതെടുത്ത് വയ്ക്കുക. ഓക്കെ, അതിലേക്ക് ഒരല്പം വെള്ളം, ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം. അതൊന്ന് റെഡിയാക്കി വെക്കണം. അങ്ങനെ വേവിച്ചെടുത്ത വെളുത്തുള്ളി, അല്പം ചാറ് ബാക്കി ഉണ്ടാവും, അത് വേവിച്ച വെള്ളം ഒരല്പം ബാക്കി ഉണ്ടാവും. ആ വെള്ളത്തോടു കൂടി ആ വെളുത്തുള്ളിയെ മിക്സിയിൽ വെച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ച് എടുക്കണം. അതാണ് ഈ അരച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഗാർലിക് പേസ്റ്റ്. ഇത് വേവിച്ച് അരച്ച വെളുത്തുള്ളിയാണ്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നു. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ഗാർലിക് പേസ്റ്റ് ഇവിടെ റെഡിയാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച അരിപ്പൊടി അതും കൂടി ചേർക്കാം. അപ്പോൾ 1.5 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇടുന്ന സമയത്ത് ടീസ്പൂൺ അല്ല, ഇച്ചിരി കൂടെ വലിയ സ്പൂണിലാണ് ഞാൻ അരിപ്പൊടി ഇട്ടത്. അതുകൊണ്ടാണ് ഞാനത് ഒരു സ്പൂണായിട്ടിട്ടത്. ശരിക്കും അത് 1.5 ടീസ്പൂൺ അളവാണെങ്കിൽ 1.5 ടീസ്പൂണാണ്. ഇനി ഒരല്പം ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാം കൂടി ചേർത്തൊരു 1/2 കപ്പിനെക്കാട്ടിലും കൂടുതൽ വെള്ളം ചേർന്നിട്ടുണ്ട്. ഇനി അടുപ്പിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഈ അരിപ്പൊടി എല്ലാം കൂടി ചേർന്നതായതുകൊണ്ട് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ടൈറ്റായിട്ട് വരും. കൈ എടുക്കാണ്ട് ഇളക്കി ചെറിയ രീതിയിലിട്ട് നല്ലതായിട്ട് കുറുക്കിയെടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ കുറുക്കിയെടുത്ത പേസ്റ്റ് കണ്ടല്ലോ, ഒരു തിക്കായിട്ടുള്ളൊരു പേസ്റ്റായി കഴിഞ്ഞു. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കും. തണുത്ത് കഴിഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ആക്കിക്കൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ ഗാർലിക് റൈസ് പേസ്റ്റാണ്, കണ്ടല്ലോ, നല്ല തണുത്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഒരു അളവ് ഇത് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം ഉണ്ട്. നമുക്ക് ഇത്രയും വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും തന്നെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വലിയ ജാറിലാക്കി വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ പകുതി എടുത്ത് കാണിക്കുവാണ്. ഓക്കെ, നിങ്ങളുടെ ആവശ്യാനുസരണം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇതിൽ ചേർന്നിരിക്കുന്ന ചേരുവകൾ പ്രധാനമായിട്ടും വെളുത്തുള്ളി, പിന്നെ അതുപോലെ അരിപ്പൊടി, ഇത് രണ്ടാണ്. പിന്നെ വേറൊരു പ്രധാന കാര്യം പറയാം. സാധാരണ വെളുത്തുള്ളിക്ക് ഭയങ്കര മണമാണ് അല്ലേ, ഒരു പ്രത്യേക മണമല്ലേ. വെളുത്തുള്ളി കഴിച്ചാൽ തന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും. അതാണ് പലരും അവോയ്ഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് ഒരു സ്പെഷ്യൽ മണവും വരില്ല. ഇങ്ങനെ വേവിച്ച ഇതുപോലെ അരച്ച അരിപ്പൊടിയുടെ കൂടെ കുറുക്കിയെടുക്കുമ്പോൾ ഓർഡർലെസ് ആയിട്ട് മാറും. ഇനി ഇതിനകത്തേക്ക് 1-2 കാര്യങ്ങളും കൂടി ചേർക്കുന്നു. അതായത് ഇത് ആവശ്യത്തിനെടുത്തിട്ട് നമ്മുടെ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ, പിന്നെ അതുപോലെ നമ്മുടെ അലോവേറ ജെൽ, പിന്നെ വൈറ്റമിൻ ഇ ഓയിൽ. ഓക്കെ, വൈറ്റമിൻ ഇ ഓയിൽ ക്യാപ്സ്യൂൾ രൂപത്തിൽ വാങ്ങിയാലും മതി. ഇതിപ്പോൾ വൈറ്റമിൻ ഇ കുപ്പിയിലുള്ളത് എൻ്റെ കയ്യിലുണ്ട്, പ്യുവർ വൈറ്റമിൻ ഇ, അതുകൊണ്ട് അത് ചേർക്കുന്നു. ഓക്കെ, ഈ 3 കാര്യങ്ങളും കുറച്ചായിട്ട് ചേർക്കാം. അപ്പോൾ നമ്മുടെ ക്രീമിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുന്നു. ടോട്ടൽ ഒരു 4 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇനി കുറച്ച് അലോവേറ ജെൽ. ഓക്കെ, 1 ടേബിൾ സ്പൂൺ, ഒരു 1/2 ടേബിൾ സ്പൂൺ ആദ്യം എടുക്കാം. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ 1 ടേബിൾ സ്പൂൺ അലോവേറ ജെൽ ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണോളം വൈറ്റമിൻ ഇ ഓയിൽ. ഇതിന് പകരം ക്യാപ്സ്യൂളിൽ കിട്ടുന്ന പച്ച നിറത്തിലും പിന്നെ ഗോൾഡൻ കളർ മഞ്ഞ നിറത്തിലുമുള്ള ക്യാപ്സ്യൂൾസ് കിട്ടും. അത് പൊട്ടിച്ചിട്ട് അതിനകത്തുള്ള ഓയിൽ എടുത്താലും മതി. സ്വീറ്റ് ആൽമണ്ട് ഓയിൽ, അതും ഇതുപോലെ അല്പം എടുക്കാം. ഓക്കെ, 1/4 ടീസ്പൂൺ. അങ്ങനെ നമ്മളുടെ ക്രീം ഈസ് റെഡി. ഇത് നമ്മുടെ നാച്ചുറൽ ഒരു ബൊട്ടോക്സ് ക്രീമാണെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ നമ്മൾ ഉപയോഗിച്ച ചേരുവകളുടെ എല്ലാത്തിനും പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇത് ഒരു ആൻറ്റി റിങ്കിൾ, ആൻറ്റി ഏജിങ് ഒരു ക്രീമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നാച്ചുറൽ ബോട്ടോക്സ് ക്രീമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. അപ്പോൾ വെളുത്തുള്ളിയെക്കുറിച്ച് പറയുമ്പോൾ ഭയങ്കര സ്മെല്ലിയാണെന്നൊക്കെ പറയും. ഞാനത് ആ ഒരു തിയറി മാറ്റി വയ്ക്കുകയാണ്. കാര്യം ഇതിപ്പോൾ സ്മെല്ലില്ലാണ്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ആൻറ്റി ഏജിങ് ആണ്. പിന്നെ യൂത്ത്ഫുൾ അപ്പിയറൻസ് ഉണ്ടാവും. സ്കിന്ന് വളരെ സ്മൂത്ത് റിങ്കിൾ ഫ്രീ ആയിട്ട് കിട്ടും. സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി എല്ലാം ഒരുപാട് ഇമ്പ്രൂവ് ചെയ്ത് സ്കിൻ ഭയങ്കര യങ്ങർ ലുക്കിംഗ് സ്കിന്നറായി മാറും. അത് എങ്ങനെയാണെന്നല്ലേ, ഈ വെളുത്തുള്ളിയിൽ സ്ട്രോങ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫ്രീ റാഡിക്കൽസിൻ്റെ നമ്മുടെ സ്കിന്നിലുള്ള ബിൽട്ടപ്പ് ഭയങ്കരമായിട്ട് കുറയ്ക്കും.
അത് കാരണം ഈ ഫ്രീ റാഡിക്കൽസ് വന്ന് നമ്മുടെ സ്കിന്നിൽ വന്നിങ്ങനെ അടിഞ്ഞു കൂടിയിട്ടാണ് പെട്ടെന്ന് സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നു, അതിൻ്റെ എന്താ പറയുക ഒരു പെട്ടെന്ന് ആ ഫേംനെസ് നഷ്ടപ്പെടുന്നു, ഭയങ്കരമായിട്ട് ഡള്ളാകുന്നു, അത് പെട്ടെന്ന് ഏജ്ഡ് സ്കിന്നായി മാറുന്നു. അപ്പോൾ അത് ഒരു പരിധിയിൽ കൂടുതൽ ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി അത് വരാണ്ട് തടയും. അത് അങ്ങനെ ആയതുകൊണ്ട് തന്നെ സ്കിന്നിൽ ഇങ്ങനെ ഒരു ഫ്രീ റാഡിക്കൽസ് ബിൽഡപ്പ് വരാത്തതുകൊണ്ടും അത് വളരെയധികം കുറയ്ക്കുന്നത് കൊണ്ടും നമ്മളുടെ സ്കിന്ന് ഭയങ്കര എന്താ പറയുക യൂത്ത്ഫുൾ ആയിട്ടുള്ള സ്കിന്നായിട്ട് ഇരിക്കുകയും ചെയ്യും, നല്ല ചെറുപ്പമായിട്ടുള്ള സ്കിന്നായിട്ട് മാറും. വെളുത്തുള്ളിയിൽ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് സൾഫറിൻ്റെ പ്രസൻസാണ്. സൾഫർ എന്താ ചെയ്യുന്നത്, അത് ഹെൽപ്സ് ബോഡി എന്തിനു വേണ്ടിയിട്ട്, കൊളാജൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ കൊളാജൻ പ്രൊഡക്ഷൻ നടക്കുകയാണെങ്കിൽ, നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ റിങ്കിൾ ഫ്രീ ആയിട്ടിരിക്കും സ്കിന്ന്. അപ്പോൾ അത് രണ്ടാമത്തെ റീസൺ. എങ്ങനെയാണ് ഗാർലിക് ഇങ്ങനെ റിങ്കിൾസിനെ ഒഴിവാക്കി തരുന്നതെന്നാണ് പറയുന്നത്. ഒന്ന് സൾഫറിൻ്റെ പ്രസൻസ്, രണ്ട് സ്ട്രോങ് ആൻറ്റി ഓക്സിഡൻസ് നിറഞ്ഞതാണ് നമ്മളുടെ വെളുത്തുള്ളി. പിന്നെ മറ്റൊരു പ്രധാന കാര്യം അലിസിൻ, ALLICIN എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയും വെളുത്തുള്ളിയിലുണ്ട്. അതെന്താ ചെയ്യണമെന്ന് അറിയാമോ, ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ബാക്ടീരിയാസിനെ എല്ലാം കൊന്നിട്ട് ആക്നെ മുതലായ കാര്യങ്ങൾ, പിമ്പിൾസ്, ആക്നെയൊക്കെ ഉണ്ടാക്കുന്ന ബാക്ടീരിയസിനെ കൊന്നൊടുക്കും. അങ്ങനെ ആക്നി ഫ്രീ ആക്കി സ്കിന്നിനെ റെഡിയാക്കി തരും. അപ്പോൾ അതൊരു പ്ലസ് പോയിൻ്റാണ്. ഇപ്പോൾ കൊളാജൻ പ്രൊഡക്ഷനും ആൻറ്റി റിങ്കിളും ആണെന്ന് പറയുമ്പോഴും അതോടൊപ്പം സ്കിന്ന് വളരെ സ്മൂത്തായി വരും. അതുപോലെ നല്ല എന്താ പറയുക പിന്നെ ആക്നി മുതലായ കാര്യം, കാര, കുരു മുതലായ കാര്യങ്ങളൊന്നും വരാണ്ട് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി വൈറലാണ്. ഗാർലിക്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, നീര് മുതലായ കാര്യങ്ങൾ, തടിപ്പുകൾ ഒന്നും വരില്ല. സ്കിന്ന് വളരെ സ്മൂത്ത് ഒരു പോളിഷ്ഡ് സ്കിന്നാക്കി തരും. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു. അപ്പോൾ ആ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിനുള്ള ഗുണം എന്ന് വെച്ചാൽ സ്കിന്നിന് കൂടുതൽ ന്യൂട്രിയൻസ് റിസീവ് ചെയ്യാനുള്ള കഴിവും കിട്ടും. അപ്പോൾ എങ്ങനെ നോക്കിയാലും വെളുത്തുള്ളി സ്കിന്നിന് ഭയങ്കര ബെനിഫിഷ്യലാണ്. അതിൻ്റെ ഒരു മണം മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരുള്ളൂ. പക്ഷേ ഇത് ഇങ്ങനെ വേവിച്ച് ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ മണം നിങ്ങൾ പേടിക്കാൻ വേണ്ട, യാതൊരു സ്മെല്ലും ഉണ്ടാകില്ല. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ കംപ്ലക്ഷൻ നല്ല ഫ്ലോലെസ് ആയിരിക്കും, സ്മൂത്ത് ആയിരിക്കും, വിത്തൗട്ട് എനി സ്വെല്ലിങ്. പിന്നെ ഇതൊന്നും കൂടാഞ്ഞിട്ട് ഈ കണ്ണിന് ചുറ്റുമുള്ള ക്രോഫീറ്റ് മുതലായ കാര്യങ്ങൾ, കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന റിങ്കിൾസ്, കഴുത്തിലുണ്ടാകുന്ന റിങ്കിൾസ്, അതെല്ലാം ഒരു പരിധിയിൽ കൂടുതൽ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇട്ട് നോക്കുക, എല്ലാ ദിവസവും ഇടുക. ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ റിസൾട്ട് അറിയാൻ സാധിക്കും. 10 ദിവസം ആകുമ്പോൾ പിന്നെയും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യും. ഒരു മാസം കഴിയുമ്പോൾ ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും. പിന്നെ അത് നമ്മൾ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കും. പിന്നെ എന്ത് കാര്യം പറയുമ്പോഴും ഞാൻ പറയും പാച്ച് ടെസ്റ്റ് ചെയ്യുക, ഇവിടെ ചെയ്ത് നോക്കുക, പിന്നെ അല്ലെങ്കിൽ ഈ ഭാഗത്ത് ചെയ്ത് നോക്കുക. ഒരു ദിവസം മുഴുവൻ ഇട്ടേക്കുക. എന്നിട്ട് ഒരു മാറ്റം, ഒരു അലർജിയോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം മുഖത്ത് പുരട്ടുക. പിന്നെ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ഒരു മാധ്യമം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻഗ്രീഡിയൻ്റ് എന്താണ്, റൈസ് ഫ്ലവർ ആണ്. റൈസ് ഫ്ലവർ എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ കൂട്ടത്തിൽ. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന കാര്യമില്ല. അതെന്തുകൊണ്ടാണ് ഇത്, ബിക്കോസ് വൈറ്റനിങ് പ്രോപ്പർട്ടി ഉണ്ട്, ലൈറ്റനിങ് പ്രോപ്പർട്ടി ഉണ്ട്, സൺ ടാൻ റെഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യം, അതായത് സ്കിന്നിൻ്റെ കളർ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ റൈസ് ഫ്ലവർ സഹായിക്കും. അത് ടാന്, ഡാർക്ക്നെസ് ഒക്കെ നമ്മൾ ഈ വെയിൽ കൊണ്ടുണ്ടാകുന്ന കരുവാളിപ്പ് എല്ലാം പോവും. പിന്നെ സ്കിന്നിൻ്റെ ഇമ്പ്യൂരിറ്റീസ് മുഴുവൻ മാറ്റിത്തരും. അങ്ങനെ ഈ ബാക്ടീരിയ ഒന്നും അടിഞ്ഞുകൂടാണ്ട് ഈ പിമ്പിൾസും കാരാകുരുവൊക്കെ വരാതിരിക്കാനും റൈസ് ഫ്ലവർ നല്ലൊരു പിന്നെ ക്ലെൻസറും കൂടിയാണ്. അപ്പോൾ റൈസ് ഫ്ലവർ ക്ലെൻസറാണ്, ലൈറ്റനിങ് മുതലായ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ട്. അതാണ് നമ്മൾ ഇതിനകത്തേക്ക് യോജിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അറിയാമല്ലോ, ഡബിൾ ബെനിഫിറ്റാണ്. പിന്നെ മൂന്നാമത് നമ്മൾ ചേർത്തിരിക്കുന്ന കാര്യം വൈറ്റമിൻ ഇ ഓയിലാണ്. വൈറ്റമിൻ ഇ ഓയിലിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ അതും ഒരുപാട് നല്ല കാര്യങ്ങളാണ്. അതായത് മോയ്സ്ചറൈസ് ചെയ്യും നന്നായിട്ട്, സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും, ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ നല്ല സ്മൂത്താക്കി തരും. പിന്നെ ഇത് കൂടാണ്ട് സ്കിന്നിനെ നന്നായിട്ട് നറിഷ് ചെയ്യും. അതുപോലെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഗ്ലോ കുറച്ചുകൂടി എന്താ തിളക്കമാറുന്ന സ്കിന്നാക്കി മാറ്റിത്തരും. സ്കിന്ന് വളരെ സ്മൂത്ത് ആൻഡ് ഹെൽത്തി ആയിട്ട് മാറും. ഇത് കൂടാണ്ട് വേറൊരു ബെനിഫിറ്റും കൂടിയുണ്ട്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അതായത് നമ്മൾ കരിമംഗല്യം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ കുറയ്ക്കാനായിട്ട് വൈറ്റമിൻ ഇ സഹായിക്കും. അതുപോലെ ആൻറ്റി റിങ്കിളുമാണ്, ഈ ചുളിവുകൾ മുതലായ കാര്യങ്ങൾ കുറയ്ക്കാനും വൈറ്റമിൻ ഇ സഹായിക്കും. അപ്പോൾ ഈ ആൻറ്റി റിങ്കിൾ പ്രോപ്പർട്ടീസിനെ എല്ലാം കൂടി ഞാൻ ഒന്നിച്ചാക്കിയിരിക്കുവാണ് ഒരു ഒറ്റ ക്രീമിനകത്തേക്ക്. അപ്പോൾ അതിൻ്റെ ഗുണം മനസ്സിലാവുന്നുണ്ടല്ലോ, ഡബിൾ ഇഫക്റ്റ് ആയിട്ട് വരും എല്ലാം. ഇനി അടുത്ത ലാസ്റ്റ് പ്രോപ്പർട്ടി, നാലാമത്തെ കാര്യം എന്താണ്, സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്. അതും എനിക്ക് ഇഷ്ടമുള്ളൊരു ഓയിലാണ്, ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ കംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ അതുപോലെ സ്കാറ്, ചെറിയ പാടുകളെല്ലാം മാറാനായിട്ട് സഹായിക്കും. സൺ ടാൻ കൊണ്ടുണ്ടാകുന്ന സണ്ണിൻ്റെ റേസ് കൊണ്ടുണ്ടാകുന്ന ഡാമേജസ് എല്ലാം കുറച്ച് തരും. ഇതിനെക്കാട്ടിലും എല്ലാം പ്രധാനമായിട്ടുള്ള കാര്യം കണ്ണിൻ്റെ അടിയിലുള്ള സർക്കിൾസ്, ചെറിയ വരയും അങ്ങനത്തെ സർക്കിൾ പോലെയൊക്കെ വരുന്ന കണ്ണിൻ്റെ അടിയിലെ കറുപ്പ്, അതെല്ലാം കുറേ ഒരു പരിധി വരെ മാറ്റിത്തരും. ചുരുക്കം പറഞ്ഞാൽ സ്കിന്നിൻ്റെ കംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യും, സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഇതിൽ നമ്മുടെ ഈ ക്രീമിൽ ചേർത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്കിൻ ടെക്സ്ചർ, കംപ്ലക്ഷൻ എല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഉപയോഗിച്ച് തുടങ്ങുകയാണെങ്കിൽ മറ്റ് കൂടുതൽ കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട, നമ്മൾ രാത്രി നൈറ്റ് ക്രീമായിട്ട് ഇത് തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതിന് എന്താ ചെയ്യേണ്ടത്, ഞാൻ ഇട്ട് കാണിക്കട്ടെ.
ജസ്റ്റ് ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു പാക്കൊക്കെ ഇടുമ്പോഴാണ് തലയെല്ലാം ഇങ്ങനെ ഒതുക്കി വെക്കേണ്ടത്. ആ സമയത്ത് ചില ദിവസം ഞാൻ ഒതുക്കും, ചില ദിവസം ഒതുക്കില്ല. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇനി ഇത് ക്രീം. ഈ ക്രീമിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇത് ചെറിയ ബോട്ടിലായിപ്പോയി. ഇത് കുറച്ചുകൂടി വലിയൊരു ബോട്ടിലാണ് വയ്ക്കേണ്ടത്. ഞാൻ എടുത്ത് വെച്ച ബോട്ടിൽ ചെറുതായിട്ട് അത്രേ ഉള്ളൂ. ഇനി ഇതിനകത്തേക്ക് ഇട്ട് വയ്ക്കാം. കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ബ്യൂട്ടി ക്രീം പോലെ തന്നെ ആയിട്ടുണ്ട്. ഇത് നോക്കിക്കോളൂ, നമ്മുടെ DIY ചെയ്തെടുത്ത ബോട്ടോക്സ് ക്രീം. ഇനി ഇത് വെച്ചിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുക്കാം. മുഖത്ത് മേക്കപ്പ് ഒന്നും ഇല്ല കേട്ടോ. കൺമഷി ഉണ്ട് കണ്ണിൽ, ലിപ് ഗ്ലോസ് ഉണ്ട് ചുണ്ടിൽ. ഇത്ര എടുത്തിട്ടുള്ളൂ. പ്ലസ് നമ്മളിനി കഴുത്തിലും കൂടെ കൊടുക്കാം. അരിപ്പൊടി എടുക്കുമ്പോൾ വളരെ ഫൈനായിട്ട്, നമ്മുടെ അപ്പത്തിൻ്റെ മാവൊക്കെ പൊടിക്കില്ല അതുപോലെ അത്രയും ഫൈനായിരിക്കണം. അത് വീണ്ടും ഒന്ന് അരിച്ച് തരിയില്ലാണ്ട് എടുക്കണം, ഒട്ടും തരി പാടില്ല. ഇത് രാത്രി കിടക്കുന്ന സമയത്ത് പുരട്ടിയിട്ട് കിടക്കാം. കണ്ണിൻ്റെ ഈ ഭാഗത്തും ഒക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം ഈ ഇവിടെയൊക്കെ വരുന്ന റിങ്കിൾസാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. അതൊരു ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ക്രീം ഉള്ളിലേക്കാണ് പോകും. ഓക്കെ, ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഇനി ബോട്ടിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഓക്കെ, പുറത്ത് വയ്ക്കേണ്ട, ഫ്രിഡ്ജിൽ. അപ്പോൾ നല്ല തണുപ്പുണ്ടാകും. നമ്മൾ ക്രീം എല്ലാ ദിവസവും രാത്രി എടുക്കാൻ പുറത്ത്. അപ്പോൾ എന്തെങ്കിലും സെറം ഉപയോഗിക്കുന്നവരാണെങ്കിൽ സെറം കൂടി ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. സെറം ഇട്ടിട്ട് ഒരു 5 minutes വെയിറ്റ് ചെയ്യുക, നന്നായിട്ട് നമ്മുടെ സ്കിന്ന് അബ്സോർബ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് ഇത് ഉപയോഗിക്കുക. പിന്നെ ഒട്ടും തന്നെ തരി പാടില്ല റൈസ് ഫ്ലവറിന്, അല്ലെങ്കിൽ തരി ഉണ്ടെങ്കിൽ തരിതരിപ്പായിട്ട് കിടക്കും. നല്ല ഫൈനായിട്ട്. ഇപ്പോൾ അപ്പത്തിൻ്റെ പൊടിയാണെങ്കിലും വീണ്ടും ഒന്നുകൂടിയൊക്കെ 2 3 പ്രാവശ്യം അരിക്കണം. നമുക്കൊരു ചെറിയൊരു സ്റ്റിക്കിനെസ് പോലെയൊക്കെ തോന്നും, പക്ഷെ അത് കാര്യമാക്കണ്ട. ഓക്കെ, അത് സ്കിന്നിൽ പിടിച്ച് പോയിക്കോളും. ഇത് രാത്രി കിടക്കുമ്പോഴല്ലേ. എന്നിട്ട് ഇനി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതെല്ലാം ആവശ്യത്തിന് നമ്മുടെ സ്കിന്ന് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. രാവിലെ വെറുതെ നല്ലതായിട്ട് മുഖം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കംപ്ലീറ്റ് ഇത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എന്തായാലും ഇത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ സ്കിന്നിനെ ഭയങ്കര ഗുണം ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഇതിനകത്തുണ്ട്. ഗാർലിക്കൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചേരുവയാണ്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ മുഖത്തിന് മാറ്റം ഉണ്ടാകും. ഉപയോഗിച്ച് തുടങ്ങുക. അപ്പോൾ ഒരു 30+ 35 ഒക്കെ ആകുന്ന ആൾക്കാർ മസ്റ്റായിട്ട് ഉപയോഗിക്കണം. 30+ വേണമെങ്കിലും ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നാച്ചുറൽ കൊളാജൻ പ്രൊഡക്ഷനൊക്കെ കുറയുമ്പോഴാണ് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്നെ എത്രത്തോളം നമുക്ക് റിങ്കിൾ ഫ്രീ ആക്കി വെക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ച് കാലം കൂടി പോട്ടെ എന്ന് വയ്ക്കുക, അല്ലേ? അത് കഴിഞ്ഞിട്ട് റിങ്കിൾ വരുന്ന സമയത്ത് പിന്നെ കുറച്ചുകൂടി നാൾ കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുറേശ്ശെ റിങ്കിൾസൊക്കെ വന്നു തുടങ്ങും. ഓക്കെ, ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്നൊന്നും റിങ്കിൾസ് വരില്ല. പതുക്കെ വരും. പിന്നെ ഏജിങ് ഗ്രേസ്ഫുള്ളിയാണല്ലോ. നമ്മൾ മരിക്കുന്നവരെ ഒരു 90 വയസ്സ് വരെ നമുക്ക് റിങ്കിൾ വരാണ്ടിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ 80 വരെ വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഒരു 65 65 വയസ്സ് വരെയൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് നോക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഏതായാലും സന്തോഷം. ഇത്രേ ഉള്ളൂ പറയാൻ. എൻ്റെ തലയിൽ കെട്ടിയിരുന്നെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഇപ്പോഴത്തെ ലുക്ക്. ഒന്നുമില്ല, അത് കംപ്ലീറ്റ് ആയിട്ട് സ്കിന്നുമായിട്ട് അബ്സോർബ് ചെയ്ത് പോയി. അപ്പോൾ ഇത് രാത്രി സമയമായി, കുഴപ്പമില്ല. ഇതിപ്പം പുറത്തെ ലൈറ്റൊക്കെ പോയല്ലോ. ഓക്കെ, നൈറ്റ് എൻ്റെ മുഖമൊക്കെ വളരെ ക്ലീനായിരുന്നു, അതുകൊണ്ട് രാത്രിത്തെ ട്രീറ്റ്മെൻറ്റായിട്ട് വിചാരിക്കാം. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ. ഇത് ഉപയോഗിച്ച് നോക്കുക, എന്നിട്ടൊരു 1 week കഴിഞ്ഞിട്ട് റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് LN Vlogs യൂട്യൂബ് ഫാമിലി. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് Ashwin Nair Vlogs. Love you all.